റെഡ് കാർപ്പറ്റിന്റെ ഒരു ബ്യൂട്ടിഫുൾ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആൻഡ് ഋഷിയുടെയും അശ്വതിയുടെയും വിശേഷങ്ങൾ നമ്മൾ കേൾക്കാൻ പോവാണ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. അപ്പോൾ ഋഷി ആൻഡ് അശ്വതി, റെഡ് കാർപ്പറ്റിൽ നിങ്ങൾ വന്ന് കുറേ നല്ല വിശേഷങ്ങൾ നമ്മൾ സംസാരിച്ചു. ചെറിയ രീതിയിൽ പാട്ടും ഡാൻസും ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പറയൂ, നിങ്ങളുടെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? എന്തെങ്കിലും പുതിയ പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടോ? ഷെയർ ചെയ്യാൻ പാകത്തിനുള്ള എന്തെങ്കിലും കമ്മിറ്റ്മെന്റ്സ് ഉണ്ടോ? ഉണ്ട്, കുറച്ച് സർപ്രൈസ് രണ്ടുപേരും സർപ്രൈസ് ആണ്. ഈ സർപ്രൈസ് എത്രയും പെട്ടെന്ന് നമുക്ക് പൊട്ടിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടട്ടെ. യൂട്യൂബ് ചാനലിന്റെ കാര്യം എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അതായത് റബ്ബർ ബാൻഡ് എന്ന് പറഞ്ഞൊരു സീരീസ് അല്ലേ? സോ ആ ഒരു പേരിട്ടത് ആരാണ്? എന്താണ് അതിന്റെ ഒരു പിന്നിലുള്ള? ശിവാനിയും ഋഷിയും കൂടിയാണ് മെയിൻ ആയിട്ട്. ഡാൻസ് ആണെങ്കിലും വെബ് സീരീസിലാണെങ്കിലും ഒക്കെ അല്ലേ? എന്താണ് നിങ്ങൾ രണ്ടുപേരും അത് ചെയ്യാവുന്ന ഒരു പ്ലാനൊക്കെ എപ്പോ തുടങ്ങി? അല്ല, ഇപ്പം ഈ കൊറോണ സമയമായിരുന്നല്ലോ, അപ്പൊ ഷൂട്ടിംഗ് ഒന്നും നടക്കുന്നില്ല. അപ്പൊ ഞാൻ കുറെ നാള് കഴിഞ്ഞപ്പോ ഒരു ഇതാകുമ്പോഴേക്കും എന്തെങ്കിലും ഒരു സാധനം എനിക്ക് വീട്ടിലിരുന്നിട്ട് മടുത്തു. അപ്പൊ അങ്ങനെ ഓരോ പ്രൊജക്ടിന്റെ ഒരു ഭാഗമാണ് റബ്ബർ ബാൻഡ്. ഇനിയുണ്ട് കുറച്ച് സാധനങ്ങൾ വരാനുണ്ട്. അശ്വതി ക്ലാസിക്കൽ ഡാൻസർ ആണല്ലേ? അമ്മ ഡാൻസ് ടീച്ചറാണ്. അമ്മയുടെ പേര് ശോഭ. അപ്പൊ അമ്മയുടെ അടുത്താണ് കുഞ്ഞിലെ മുതൽ പഠിച്ചത്. ഡാൻസ് സ്കൂളൊക്കെ ഉണ്ട്. ഡാൻസ് സ്കൂൾ ഉണ്ട് നിങ്ങൾക്ക്? അശ്വതിക്ക് ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസ് ആണല്ലേ? ഏത് ഫോട്ടോയിൽ മിനിമം 2 പട്ടിയെങ്കിലും കാണും. അതാണ്. പിന്നെ അത് മാത്രമല്ല, നോക്കുമ്പോ എല്ലാ ആഴ്ചയിലും പുതിയ ഫോട്ടോഷൂട്ട്സ് വരുന്നു. ഏറ്റവും കൂടുതൽ ലോക്ക്ഡൌൺ സമയത്ത് നമ്മൾ കണ്ട ഒരു മുഖമായിരിക്കും അശ്വതിയുടെ. അതിനോട് ഇത്ര ഒരു ക്രേസ് ആവാൻ കാരണം എന്തെങ്കിലും പ്രത്യേക റീസൺ ഉണ്ടോ? ഒന്നുമില്ല. ബുള്ളറ്റ് ഓടിക്കും അല്ലേ? ബുള്ളറ്റ് ഓടിക്കും. പിന്നെ വേറെ സാഹസികമായി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ഞാൻ ആക്ച്വലി സ്പോർട്സിലും ഉണ്ട്, ആർട്സിലും ഉണ്ട്, അങ്ങനെയൊക്കെ നിൽക്കുന്നു. ഞാൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയാണ്. ട്രൈ ചെയ്യും, എല്ലാം ട്രൈ ചെയ്യും. അത് അമ്മയുടെ കോച്ചിങ് കാരണം കേട്ടോ. അമ്മ, അച്ഛൻ, വീട്ടിലുള്ള സപ്പോർട്ട് തന്നെയാണ് എപ്പോഴും. അപ്പം നന്നായിട്ട് തന്നെയാണ്. ഹാപ്പിയാണ് രണ്ടുപേരും അല്ലേ? സോ നിങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പും ഈ ഒരു ബോണ്ടിങ് ഒക്കെ ഇതേപോലെ തന്നെ ലൈഫ് ലോങ് ഉണ്ടാവട്ടെ. അപ്പൊ ഇനി നമുക്ക് അശ്വതിയുടെ ഒരു പാട്ട് കേൾക്കാം. पहला नशा पहला खुमार, नया प्यार है नया इंतजार, कर लूं मैं क्या अपना हाल, ये दिले बेकरार, मेरे दिले बेकरार, तू है पता. കേൾക്കാൻ നല്ല സുഖമുള്ള ഒരു പാട്ടായിരുന്നു. അപ്പൊ ഇനി നമുക്ക് ഋഷി, നമുക്കൊരു വീണ്ടും ഒരു ഗെയിമിലേക്ക് പോയാൽ എങ്ങനെയുണ്ടാവും? നന്നായിരിക്കില്ലേ? നല്ലായിരിക്കും. ഇഷ്ടപ്പെടില്ലേ? ഇഷ്ടപ്പെടും. യെസ്. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ, ഗെയിം എന്താണെന്നൊക്കെ ഞാൻ പിന്നെ പറയാം. വാ. അപ്പൊ ഋഷിയും അശ്വതിയും ഗെയിം കളിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ബോളും ഗ്ലാസും വെച്ചിട്ടുള്ളൊരു അത്യപൂർവ ഗെയിമിലേക്കാണ് നിങ്ങൾ രണ്ടുപേരും പോകാൻ പോകുന്നത്. അതായത് നിങ്ങൾ അവിടെ നിന്നിട്ട് ഈ ബാസ്ക്കറ്റിലുള്ള ബോൾ എടുക്കുക. ബോൾ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് ബൗൺസ് ചെയ്തിട്ട് ആ ഗ്ലാസ്സിലേക്ക് വീഴ്ത്തുക. ട്രൈ ചെയ്യരുത്, ജയിക്കണം. അപ്പൊ ആദ്യം ആര് കളിക്കും? ആ സ്പിരിറ്റ് ആർക്കാണ് ആദ്യം ഉള്ളത്? ഞാൻ കളിക്കും. യെസ്. അപ്പൊ അശ്വതി വന്നോളൂ. ഇതാണ് അശ്വതിയുടെ സ്പേസ്. ബൗൺസ് ചെയ്ത് 1 മിനിറ്റ് സമയമാണ് അശ്വതിക്കും ഋഷിക്കും നമ്മൾ തരാൻ പോകുന്നത്. 1 മിനിറ്റിൽ എത്ര ബോൾസ് വീഴ്ത്താൻ സാധിക്കും എന്നാണ് നോക്കുന്നത്. റെഡി അല്ലേ? റെഡി. സോ മ്യൂസിക്. ഗ്ലാസ് വീണ ഓക്കെയാണ്. വെരി ഗുഡ് അല്ല, വെരി ഗുഡ്. കലക്കൻ ഉന്നാചനെ ഇവന് ഒരെണ്ണം അങ്ങനെ തന്നെ ഒരെണ്ണം പോലും ഇവളുടെ വീടരുത്. വീണല്ലോ. ഒരെണ്ണമല്ല, രണ്ടാമത്തെ ഇപ്പൊ തന്നെ വീഴും. ആഹാ, സൂപ്പർ, ഫണ്ടാസ്റ്റിക്. കുറച്ചുകൂടി ശ്രദ്ധാലുവായിട്ട് കളിച്ചാൽ നമുക്ക് ഇപ്പൊ 1 മിനിറ്റ് കുറച്ച് കൂട്ടി തന്നെ ഇവനെ നമുക്ക് പൊട്ടിക്കാം. വേണ്ട, കുറച്ച് സ്ലോ ആയിട്ട്, ആദ്യത്തെ പോലെ സ്ലോ. ഇങ്ങനെ അവിടെ പോലെ എത്തണില്ലേ? പറ്റും, കുട്ടിക്ക് പറ്റും. എനിക്ക് പ്രാന്ത് പിടിക്കുന്നടാ. വീണല്ലോ, ഭാഗ്യം. 1 മിനിറ്റ് ആവാൻ പോകുന്നു. 1 മിനിറ്റ് ആയി. അപ്പോൾ 1 മിനിറ്റ് സമയത്തിൽ അശ്വതി ഒരു ബോള് വീഴ്ത്തി. അത് വളരെ ഗംഭീരമായിട്ട് ആദ്യം തന്നെ സൂപ്പർ. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഋഷി 1 മിനിറ്റ് സമയത്തിനുള്ളിൽ 1 ആണോ 2 ആണോ 3 ആണോ അതോ 0 ആണോ എന്നാണ്. അപ്പൊ ഋഷി, ഓൾ ദി ബെസ്റ്റ്. മ്യൂസിക്.
You can do that. Oh, yeah! പറ്റിയില്ല. Sorry അളിയാ, sorry. Just a miss. അടിപൊളി. ആ, പക്ഷേ വീണു. പക്ഷെ പോയില്ലേ? അങ്ങനെ നേരത്തെ പോയില്ലേ? മൊത്തത്തിൽ വീണില്ലായിരുന്നു. ഒരു പോയിന്റ് കിട്ടിട്ടാ. ഒരു പോയിന്റ്. ഗ്ലാസ് കൂടി ഒരുമിച്ച് ബൗളിംഗ് ആവുന്നു മൊത്തം ഒന്നും കൂടി. ഇപ്പൊ സമയം കഴിയും ഋഷി, ഇപ്പൊ സമയം കഴിയും. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും നടക്കും. Time out. എന്ത് ചെയ്യാൻ? വീണ്ടും നിങ്ങൾ ഒരുമിച്ചു. നിങ്ങൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ ഇപ്പൊ എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഈ ഗെയിമില് രണ്ടുപേരും ഒരേപോലെ, ഒരാള് പച്ച ബോൾ വീഴ്ത്തി, അടുത്തയാളും പച്ച ബോൾ തന്നെ വീഴ്ത്തി. നിങ്ങൾ തമ്മിൽ ഭയങ്കര മനപ്പൊരുത്താണ് കേട്ടോ. അടിപൊളി. ഇങ്ങനെ മനപ്പൊരുത്തമുള്ള ഒരു എന്താ പേരിന് ഞാൻ കണ്ടിട്ടില്ല. ഒരേപോലെ ജയം, ഒരേപോലെ തോൽവി, പണിഷ്മെന്റ് എല്ലാം ഒരേപോലെ ആയിരിക്കണം ഈ പ്രാവശ്യം. ഋഷി ആൻഡ് അശ്വതി, അപ്പൊ നമ്മുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് ഇങ്ങനെ ക്ഷീണിച്ച് ഇങ്ങനെ വിശ്രമവേളയിൽ ഇരിക്കുമ്പോൾ അത് ആനന്ദകരമാക്കാൻ ഒരു കുട്ടി ഇവിടെ വരാൻ പോവാണ്. അതായത് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ഒരു കുഞ്ഞു വാവയാണ് വരാൻ പോകുന്നത്. 3 വയസ്സേ ഉള്ളൂ കേട്ടോ. 3 വയസ്സുള്ള ഒരു ബേബിയാണ് ഇന്ന് നമ്മുടെ ഷോയിൽ ഗസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ റെഡ് കാർപ്പറ്റില് 2ാമത്തെ പ്രാവശ്യമാണ് ഒരു കുഞ്ഞു വാവ വരുന്നത്. 2ാമത്തെ പ്രാവശ്യം. ആദ്യം ഒരു കുട്ടി വന്നിരുന്നു. ആ കുട്ടിക്ക് 1.5 വയസ്സേ ഉണ്ടായിരുന്നു. എന്താ ചെയ്തപ്പോ? ആ കുട്ടിയും ജനറൽ നോളജ് ആണ്. ഈ കുട്ടി 3 വയസ്സ്, ഇതും ജനറൽ നോളജ് ആണ്. നമ്മൾ സൂക്ഷിക്കണം. 3 വയസ്സിലൊക്കെ കുട്ടി തിരിച്ചെന്തെങ്കിലും ചോദിച്ചാൽ ഞാനപ്പ പറയും അയ്യോ മറ്റേ എന്തായാലും വളരെ മിടുക്കിയായിട്ടുള്ള ഒരു കുഞ്ഞു വാവയാണ് നമ്മുടെ ഷോയിലേക്ക് വിളിക്കാൻ പോകുന്നത്. ബാക്കി നമുക്ക് വിശേഷങ്ങൾ വന്നിട്ട് ചോദിക്കാം. അപ്പൊ വളരെയധികം സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു വാമിക കുട്ടി. കുട്ടി നമ്മുടെ ഇത് എവിടെയാ വന്നിരിക്കണേന്ന് അറിയോ? റെഡ് കാർപ്പറ്റാണ് വാമിക വന്നിരിക്കുന്നത്. വെരി ഗുഡ്. ഞങ്ങളെയൊക്കെ അറിയും. അപ്പൊ വാമിക കുട്ടി പാട്ടൊക്കെ പാടുവോ? എന്തൊക്കെ ചെയ്യും? വീട്ടിൽ എന്തൊക്കെ ചെയ്യും? പാട്ട് പാടും, ഡാൻസ് ചെയ്യും, എന്തൊക്കെ വേറെ പരിപാടികൾ ചെയ്യാ? അമ്മ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ആൻസർ പറയും. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഇഷ്ടം അല്ലേ ചേച്ചി? അതായത് ചേച്ചി പറയൂ, എങ്ങനെയാണ് ഈ ഒരു ട്രെയിനിങ് ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയ്ക്ക് ഒരു നോളജ് എങ്ങനെ വന്നു മോൾക്ക്? ട്രെയിനിങ് എന്നുള്ള രീതിയിലല്ല, നമ്മൾ ആദ്യം അവൾ അറ്റൻഷൻ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വായിക്കണ കൂട്ടത്തിൽ അവൾ അത് ചോദിക്കുമ്പോൾ പിറ്റേ ദിവസം അവൾ അത് പറയാൻ തുടങ്ങി. പിന്നെ നമ്മളിത് കൂടുതലായിട്ട് ശ്രദ്ധിച്ചു തുടങ്ങുന്നത് അവൾക്ക് 1.5 വയസ്സുള്ള സമയത്താണ് കോവിഡ് ലോക്ക്ഡൗൺ. അപ്പോൾ പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. പ്രസ് മീറ്റിൻ്റെ സമയത്ത് പ്രസ് മീറ്റ് കാണുമ്പോൾ മുഖ്യമന്ത്രിനെ കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ദിവസം അമ്മ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടല്ലോ, ആരാ ഇതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള പിണറായി വിജയൻ എന്ന് പറഞ്ഞപ്പോൾ ആമിക്ക് പറയാൻ അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു ഒരു അച്ചാച്ചനാണ്, അത്രയും നീ അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ശരിക്കും അത്ഭുതപ്പെടുത്തി. പിറ്റേ ദിവസം 2 ദിവസമൊക്കെ കഴിഞ്ഞ് നമ്മൾ കാറിൽ എവിടെയോ പോയോണ്ടിരിക്കുമ്പോൾ എവിടെയോ ഒരു ഫോട്ടോ കണ്ടിട്ട് പറഞ്ഞു മാസ്ക് വെക്കാൻ പറഞ്ഞ അച്ചാച്ചൻ അത് അവിടെ ഇരിക്കണം. അങ്ങനെയാണ് തുടങ്ങണത്. പിന്നെ ഇങ്ങനെ നമ്മൾ പിക്ചേഴ്സൊക്കെ കാണിക്കുമ്പോൾ അവൾ പെട്ടെന്ന് അത് പിറ്റേ ദിവസം പറയാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞു ഇങ്ങനെ കുറേ റെക്കോർഡ്സ് ഉണ്ട്, അതിനൊക്കെ അപ്ലൈ ചെയ്യൂ എന്ന് പറഞ്ഞു. പക്ഷെ അത് ഇങ്ങനെ തത്തമ്മയെ പൂച്ച വെച്ചാന്നുള്ള പറയണ പോലെ അല്ല ഞാൻ ചെയ്തിരിക്കണേ. ഒരിക്കലും അവളെ കമ്പൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പൊ ഈ റെക്കോർഡും ഇത് മീഡിയയിലൊക്കെ വന്നു തുടങ്ങിയപ്പോൾ കുറെ ആളുകൾ പറയണു അമ്മയും അച്ഛനും കുട്ടിയെ വല്ലാതെ സ്ട്രെസ് ചെയ്യോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അച്ഛൻ എങ്ങനെയാണ്, അച്ഛന്റെ ഒരു ട്രെയിനിങ് എങ്ങനെയാണ്? അതെയോ അമ്മ തന്നെയാണോ ഫുൾ ഇതിന്റെ പിന്നിൽ നടക്കുന്നത്? അച്ഛൻ ബിസിനസ് ട്രിപ്പിലായിരിക്കും എപ്പോഴും. വീട്ടിൽ അവൾക്ക് ഈ ലോക്ക്ഡൗൺ വന്നതോട് കൂടിയിട്ടാണ് അച്ഛനും മോളും തമ്മിലൊരു അടുപ്പുണ്ടായത്. കുറച്ച് ദിവസം ഫുൾ ടൈം അച്ഛൻ്റെ കൂടെയായിരുന്നു. കുളിപ്പിക്കാൻ അച്ഛൻ, എല്ലാം ഭക്ഷണം കൊടുക്കാൻ അച്ഛൻ, എല്ലാം അച്ഛനായിരുന്നു. അതുപോലെ രാത്രി കിടക്കണ സമയത്ത് നമ്മൾ ഉറങ്ങാമെന്നും പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവൾ പറയും അച്ഛ ABCD പഠിപ്പിച്ചു തരൂ എന്നിട്ട് ഉറങ്ങിയാൽ മതി. എത്ര ടയേർഡാണെങ്കിലും അവളുടെ ബുക്സ് ഉണ്ട്, അത് വായിച്ചു കഴിഞ്ഞിട്ട് അത് അതുപോലെ എടുത്തു വെച്ചതിന് ശേഷം കിടന്നുറങ്ങും. അടിപൊളി. ഇപ്പൊ എത്ര റെക്കോർഡ്സ് ഉണ്ട് മോൾക്ക്? ഇപ്പൊ 9 റെക്കോർഡ്. മോൾക്ക് പറയാൻ പറ്റുമോ എത്ര റെക്കോർഡ്സ് ഉണ്ട്? വാമിക കുട്ടിക്ക് ഇപ്പൊ എത്ര സമ്മാനങ്ങൾ കിട്ടി പറയൂ? എന്തൊക്കെ റെക്കോർഡ്സിന്റെ പേരറിയോ? എന്തൊക്കെ കിട്ടിന്ന്? അച്ഛനും അമ്മയും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടി. പിന്നെ
ചാമ്പ്യൻ കോഴ്സ് ചാമ്പ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി, വെരി ഗുഡ്. പിന്നെ ബ്രിട്ടീഷ് ബാഡ് ലക്കോട്ട് ബ്രിട്ടീഷ് വേൾഡ് റെക്കോർഡ് കിട്ടി, അടിപൊളി. ഇതൊക്കെയാണ് കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. 3.5 വയസ്സ് അല്ലേ? 3 വയസ്സ്. 3 വയസ്സ് 3 വയസ്സ്, അടിപൊളി. ഞാൻ കുറച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, പിന്നെ നിങ്ങൾ ചോദിക്കും. ഞങ്ങൾക്ക് കാണാൻ ചോദിക്കാൻ അറിവില്ല. അതെ. മോളെ വാമിക കുട്ടി, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആരാണ്? നരേന്ദ്രമോദി. അയൺ മാൻ ഓഫ് ഇന്ത്യ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ. അടിപൊളി അടിപൊളി. ഋഷി ചോദിക്കേ, ഇനി അടുത്ത് ചോദിക്കും. ഋഷി ചോദിക്കേ. ക്യാപിറ്റൽ ഓഫ് സിംഗപ്പൂർ. സിംഗപ്പൂർ. വെരി ഗുഡ്. മഹാരാഷ്ട്ര. മുംബൈ. ഓ വെരി ഗുഡ്, സൂപ്പർ. ഇത് നോക്ക് വാമിക, നമ്മുടെ ഫസ്റ്റ് വുമൻ ഗവർണർ ഓഫ് ഇന്ത്യ ആരാണ്? സരോജിനി നായിഡു. റഷ്യ. റഷ്യ. മോസ്കോ. മോസ്കോ. ഇനി അശ്വതി. രാജസ്ഥാൻ. ജയ്പൂർ. വെരി ഗുഡ്. ഇനി ഫസ്റ്റ് ഇന്ത്യൻ പൈലറ്റ് ആരാണ്? ഫസ്റ്റ് ഇന്ത്യൻ പൈലറ്റ്? ടാറ്റ. വെരി ഗുഡ്. ഗ്രീസ്. ഏഡൻസ്. ഗുജറാത്ത്. ഗാന്ധിനഗർ. ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇന്ത്യ? നലന്ദ. വെരി ഗുഡ്, നലന്ദ. അപ്പൊ മിടുക്കി വാവയാണ്, ഇതെല്ലാം അറിയാം. അപ്പൊ വാമികക്കുട്ടി ഇതേ അമ്മ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ വാമികക്കുട്ടി അതിന് ആൻസർ പറയണം. റെഡിയാണോ? റെഡി. അപ്പൊ അമ്മ ചോദിച്ചോ. നാഷണൽ ഫ്രൂട്ട് ഓഫ് ഇന്ത്യ? മാംഗോ. മാംഗോ. നാഷണൽ വെജിറ്റബിൾ ഓഫ് ഇന്ത്യ? പംകിൻ. പംകിൻ. സൂപ്പർ. ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഇൻ ഇന്ത്യ? പ്രതിഭ പട്ടേൽ. വെരി ഗുഡ്. തമിഴ്നാട്? ചെന്നൈ. കർണാടക? ബാംഗ്ലൂർ. മധ്യപ്രദേശ്? ഭോപ്പാൽ. ഗോവ? ആ മോഡുലേഷനിലാണ് കാര്യം. പനോജി. അടുത്തത്. ഇനി ഇതെല്ലാം കൺട്രീസ് ആൻഡ് ക്യാപിറ്റൽ? ഓക്കെ. കൺട്രീസ് ആൻഡ് ക്യാപിറ്റൽസ്. USA? വാഷിംഗ്ടൺ. UK? ലണ്ടൻ. സ്പെയിൻ? മാഡ്രിഡ്. അഫ്ഗാനിസ്ഥാൻ? കബൂൾ. ഇനി ഫ്രാൻസ്? പാരീസ്. പാരീസ്? പാരീസ്. ബ്രസീൽ? ബ്രസീലിയ. ബംഗ്ലാദേശ്? ബംഗ്ലാദേശ്. ധാക്ക. നൈജീരിയ. അബുദാബി. ചൈന. ബീജിംഗ്. സൗത്ത് ആഫ്രിക്ക. ടൈറ്റോൺ. Okay. ഇനി വേറെ എന്തൊക്കെയാ ഉള്ളത്? അതായത് ഈ ക്യാപിറ്റൽ, കൺട്രി ക്യാപിറ്റൽ അല്ലാണ്ട് ഇനി വേറെ എന്തൊക്കെ പറയും മോള്? മലയാളം സ്റ്റാർസ് ഇല്ലേ? അശ്വതി ഭരണി. അന്ന് അതൊന്ന് ചോദിച്ചു ചേച്ചി. 27 നക്ഷത്രങ്ങൾ പറഞ്ഞേ. അശ്വതി, ബണ്ണി, കാർത്തിക, രോഹിണി, മകരം, പുടം, പൂയം, അയ്യം, മകം, പൂരം, അട്ടം, തെറ്റിട്ട, ചോതി, വിശാഖം, അനിരം, കേക്കേട്ട, മൂലം, പുടാരം, ഉട്ടാരം, ജനം, ഐറ്റം, തെരയം, പുടാതാരി, രേവതി. വെരി ഗുഡ്. അച്ഛോ, ഇതൊക്കെ എനിക്ക് തോന്നുന്നില്ല വലിയ ആൾക്കാർക്ക് ഒരു പറയുമ്പോ തെറ്റുന്ന ഒരു എനിക്ക് സംഭവമാണിത്. അടുത്തിരുന്നിട്ട് ടെൻഷൻ വാമിയക്കുട്ടിയുടെ ബർത്ത്ഡേ എന്നാ? വാമിയക്കുട്ടിയുടെ ബർത്ത്ഡേ എന്നാ? ഓഗസ്റ്റ് 9. ഓഗസ്റ്റ് 9-നാണോ? എന്റെ ഓഗസ്റ്റ് 18. അതെ, ഈ ചേട്ടന്റെ ഫ്രണ്ട് ആണ്. അപ്പൊ വാമിക കേട്ടോ, ഹൈഫൈ കൊടുക്കൂ. വാമികയുടെ അച്ഛനോട് ഒന്ന് സംസാരിക്കാം. അപ്പൊ ചേട്ടന്റെ പേര്? ഗിരിജൻ. അപ്പൊ പറയൂ ചേട്ടാ, ഈ ഒരു മോളുടെ ഈ കഴിവ് ആദ്യം കണ്ടുപിടിച്ചത് അമ്മയായിരിക്കും. അപ്പൊ ഈ റെക്കോർഡ്സ് ഒക്കെ കിട്ടിയപ്പോ അതായത് ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ മോൾക്ക് ഒരു അറ്റൻഷൻ, പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കുന്ന ഒരു സ്വഭാവമുണ്ട്, അങ്ങനെയൊക്കെ അറിയാമെങ്കിൽ പോലും ഇത്രയും ഒരു റെക്കോർഡ്സ് കിട്ടും അങ്ങനെയൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? അതേ നിങ്ങൾ അതിനൊക്കെ വേണ്ടി ശ്രമിച്ചിരുന്നോ? ട്രെയിൻ ചെയ്യിപ്പിച്ചോ? ശ്രമം നടത്തിയിട്ടില്ല. പിന്നെ ഇവള് വായിക്കുമ്പോ കൂടെ നിന്ന് അവള് ശ്രദ്ധിക്കും, ഫുള്ള് കാണും. അപ്പൊ അതുകൊണ്ട് ഉള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. വേറെ അതിനു വേണ്ടി ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഒരു എഫേർട്ട് എടുക്കാണ്ടാണ് വന്നത്. അപ്പൊ ഈ ആൾക്കാർ പറയുന്ന പോലെ നമ്മൾ കുട്ടിയെ പ്രഷറൈസ് ചെയ്യുന്നില്ല. ഭയങ്കര പ്രഷർ, ഇതാന്ന് മാത്രം, കുറ്റപ്പെടുത്തില്ല. റെക്കോർഡ് കിട്ടിയിട്ടും ആരോടും പറയാതെ മിണ്ടാതിരിക്കുകയായിരുന്നു. പക്ഷെ നമ്മുടെ വീടിന് അവിടെയുള്ള കുറച്ച് ആളുകൾ, പാർട്ടിയുടെ ഒക്കെ ആളുകളാണ് ഇങ്ങനെ മിണ്ടാതിരിക്കേണ്ടതല്ല എന്ന് പറഞ്ഞിട്ട് അത് പുറത്തേക്ക് കൊണ്ടുവന്നത്.
ചേച്ചി പറയൂ, നമ്മുടെ ഷോയിൽ വന്നിട്ട് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്, അല്ലെങ്കിൽ എങ്ങനെ ഫീൽ ചെയ്യുന്നു? ഞങ്ങളുടെ ഫസ്റ്റ് ഷോ ആണ്. ഭയങ്കര സന്തോഷമുണ്ട്. എന്താ പറയുക, ഭയങ്കര ടെൻഷനിലായിരുന്നു. എനിക്ക് അവളെക്കാൾ ടെൻഷനായിരുന്നു എനിക്ക്. അപ്പോൾ ഇതിനൊരു അവസരം തന്നു. ഇനി ഇതൊക്കെ ഒരു ശീലാവും. ഇനി മൊത്തം ഇന്റർവ്യൂസ് ആയിരിക്കും. സെലിബ്രിറ്റി അല്ലേ? സെലിബ്രിറ്റി ആണല്ലേ? അതെ, മടുക്കും. അവസരം തന്ന അമൃത ടിവിയോട്, അതുപോലെ റെഡ് കാർപ്പറ്റ് ഫുൾ ടീമിനോട്, സ്വാസിക, നിങ്ങൾ ഓരോരുത്തരോടും ഭയങ്കര ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും നന്ദി പറയുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എന്തായാലും ഞങ്ങൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം എന്താ, കുഞ്ഞു വാവകളെ നമ്മൾ പരിചയപ്പെടാനും അവരുടെ ഓരോ കഴിവുകൾ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. അപ്പോൾ അങ്ങനെ ഒരു എപ്പിസോഡായിരുന്നു. ആൻഡ് ഋഷി ആൻഡ് അശ്വതി, താങ്ക് യു സോ മച്ച്. നിങ്ങൾ രണ്ടുപേരും നമ്മുടെ എപ്പിസോഡിൽ വന്ന് കളർഫുൾ ആക്കി. അതായത് ഈ ഷോയുടെ താഴെ അല്ലല്ല തുള്ളി കളിക്കണ കുഞ്ഞിപ്പോഴും ഈ ഷോയിന്റെ ഒരു വൈബ് നിങ്ങൾ രണ്ടുപേരും നിലനിർത്തി. നല്ല ഡാൻസ്, പാട്ട് എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. സോ രണ്ടുപേർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് എൻ്റെ വക, ഞങ്ങളുടെ റെഡ് കാർപ്പറ്റ് ടീമിന്റെ വക.